ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോവയ്ക്കും ചക്കക്കുരും കൂടിയിട്ട് ഒരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ മെഴുക്കുപുരട്ടിയെക്കാട്ടിലും കൂടുതൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇത് ചക്കക്കുരു നന്നാക്കാനുള്ള ടിപ്സാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ചക്കക്കുരു നന്നാക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ കാരണം തന്നെ ഇത് നമ്മൾ വേണ്ട ഇത്രയധികം ചക്കക്കുരു നന്നാക്കി വരണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം ഇത് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇതിന് എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റിച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുള്ള ടിപ്സുകളുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചക്കക്കുരു കോവയ്ക്കാൻ മെഴുക്കുപുരട്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാടൊന്നും വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം അങ്ങനെ വെന്ത് വരിക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കത് തൊലി പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് ഉള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വേവിക്കാൻ പാടില്ല, അപ്പോൾ നന്നായിട്ട് വെന്ത് പോവും. ജസ്റ്റ് ഒന്ന് ഒരു വിസിൽ വരാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എയർ വരിക, ഇതുപോലെ ഒരു വിസിലടിക്കുക വേണ്ട, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ കോവക്കായും അതുപോലെ തന്നെ ചക്കക്കുരും കൂടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ച് ടൈം നമ്മൾ വേവിക്കുമ്പോഴാണ് ആ ചക്കക്കുരുവിലേക്ക് നന്നായിട്ട് എരിവും ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഒരുപാട് വേവിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചൂട് കയറ്റുക ഉണ്ടല്ലോ, ഇതുപോലെ ഇത് നമുക്ക് കളയാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൽ കണ്ടില്ലേ, ഇത് ഇത്ര വെള്ളമേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് ഇപ്പം ഞാൻ അഥവാ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ അരിപ്പയിലേക്ക് നമുക്ക് മാറ്റിയാൽ മതി. അപ്പം അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇപ്പം നല്ല ചൂടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൈയോടെ ആക്കണം എന്നുണ്ടെങ്കിൽ ടൈം നമുക്ക് എത്രയും കുറയ്ക്കാം, അതാണ് നോക്കുന്നത്. അപ്പം അത് കാരണം തന്നെ നമ്മൾ ഇതിലേക്ക് ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ പിന്നെ ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അരിപ്പയിൽ നിന്ന് വെള്ളമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ടോ നന്നായി ഒന്ന് തുടച്ചെടുക്കുക. ചക്കക്കുരുവിന് അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉണ്ട്, ചെറിയ വഴുക്കിൽ. നമ്മൾ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ ചെറിയ വഴുക്കിലുണ്ടാവില്ലേ, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി തന്നാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നാക്കുമ്പോൾ അത്ര സുഖം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ തുടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ സംഭവം ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ചക്കക്കുരുവിൻ്റെ ഈ പോള അതിങ്ങനെ പോയിന്ന് കിട്ടും. ഉണ്ടല്ലേ, കൈ കൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ചക്കക്കുരു എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റിയിട്ട് സെലക്ട് ചെയ്യാണ്ട് മാറ്റിയിട്ട കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടത്. ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വെട്ടുമുറിക കൊണ്ടത് ഉപയോഗിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറേ കാലം കഴിയുമ്പോഴാണ് കേട് വരിക. അപ്പോൾ ഇത് അങ്ങനെ ഭംഗിയില്ലാത്ത ആൾക്കാരാണ് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം പോയി നല്ല ഫുൾ വൈറ്റ് കളർ തന്നെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ വെള്ളം നനവുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വഴുക്കി പോകും നമുക്ക്. അപ്പം അതിനാണ് നമ്മൾ പേപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടയ്ക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തുണിയിട്ട് തുടച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കാം. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കോവക്കാൻ നന്നാക്കാം. അപ്പോൾ ഷേപ്പ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ അരിയാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഷേപ്പ് ഇങ്ങനെയായാൽ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം. നന്നാക്കി കഴിഞ്ഞിട്ട് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ സാധാരണ ഏത് ഉപ്പേരിയും കാച്ചണം പോലെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്,
അപ്പോൾ ചക്കക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുക്കുക, പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ നിങ്ങളിൽ കുത്തിപ്പൊടിച്ച വറ്റൽമുളക് ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഞാൻ വറ്റൽമുളക് മാത്രമായിട്ട് ചേർക്കാറില്ല, കുറച്ച് പൊടിയും കൂടി ചേർക്കും, എന്നാലും മാത്രമേ ഒരു കളർ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് പൊടി ചേർക്കാറുണ്ട്. ഇപ്പോൾ ഒരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് എടുക്കാൻ കേട്ടോ. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കാച്ചാൻ വേണ്ടിയിട്ട് കുത്തിപ്പൊടിച്ച് വെക്കാറില്ലേ, ഇതുപോലെ ജസ്റ്റ് മിക്സി ജാറിനകത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് ഇത് ഇട്ടിട്ട് ആദ്യം തന്നെ ഒരു 2 കറക്ക് കറക്കുക. അപ്പോൾ അത് ഒരു ഇതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതിന് ശേഷം ഈ ഉള്ളി ചേർക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. നമുക്കപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും, എളുപ്പത്തിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒരു ഒറ്റ കറക്കേ പാടുള്ളൂ കേട്ടോ ഉള്ളി. അപ്പോൾ നമുക്കിത് നല്ല പാകത്തിനായിട്ട് കിട്ടും. ഒന്നുകിൽ പൊടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. ഞാൻ ഇതുപോലെ ചെയ്യാറ്, രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറ്. അതൊന്ന് പൊടിഞ്ഞ് വരുമ്പോൾ ഇത് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആയി വരില്ല. ഇനി ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒരു കറക്കിലാണ് ഇതേപോലെ നമുക്ക് ആയി കിട്ടിക്കണം. ഇത്രയ്ക്ക് ആവുക വേണ്ടു. ഇനി നമുക്കിത് സാധാരണ എല്ലാ ഉപ്പേരികളും കാച്ചുന്ന പോലെ കാച്ചിയെടുക്കാം. അപ്പോൾ നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കും അതുപോലെ ചക്കക്കുരു ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കക്കുരു വെന്തിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. കോവയ്ക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ചക്കക്കുരു വെന്തിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് ആ ചക്കക്കുരുവിലേക്ക് എല്ലാം പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നന്നായി വെന്ത് വരാനും അത് നന്നായിരിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ച് നിന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെക്കാം, അല്ലെങ്കിൽ ഇത് നന്നായി വലിഞ്ഞ് കിട്ടില്ല. കോവയ്ക്ക തന്നെയാണ് വെച്ചെങ്കിൽ നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ നന്നായിട്ട് വാട്ടി ഇങ്ങനെ ഇളക്കി തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കോവയ്ക്ക വെന്ത് കിട്ടും. പക്ഷേ ചക്കക്കുരു ആകുമ്പോൾ അങ്ങനെ ആവില്ല. അപ്പോൾ അതിനകത്തൊക്കെ പിടിക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മളിതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ചക്കക്കുരു ഇത്തിരി ഹാർഡായ സംഭവമായ കാരണം ഇതിലത്തെ ആ വെള്ളമൊക്കെ നന്നായി വലിച്ചെടുക്കും ചക്കക്കുരു. അതാണ് ഇതൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അമരക്കായും ചക്കക്കുരു, അങ്ങനെ നമുക്ക് കുറേ കോമ്പിനേഷൻസ് ഉണ്ട് ചക്കക്കുരു വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. ചക്കക്കുരു മാത്രമായിട്ട് നമുക്ക് ഉപ്പേരി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ അതിലത്തെ വെള്ളം വറ്റുന്ന വരെ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. ഈ നോൺ സ്റ്റിക്ക് പാൻ നോക്കുമ്പോൾ അടുക്കി പിടിക്കുന്നില്ല, ഇങ്ങനെ തുറന്ന് വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പക്ഷേ നമ്മൾ എന്താ പറഞ്ഞു വെച്ചെങ്കിൽ ചക്കക്കുരു നമുക്ക് ഈസി ആയിട്ട് നന്നാക്കാൻ വേണ്ടി, നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയും അയ്യോ വേണ്ട വെക്കണ്ട, അത് കുറേ നേരം പിടിക്കില്ല എന്ന് വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ഈസി ആയിട്ട് നന്നാക്കാന്ന് വെച്ചെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.